ഇതൊരു സംഭവം, ഒന്നൊന്നര സംഭവം. 2016 നവംബർ 8 ഇതുപോലൊരു രാത്രിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ലക്ഷ്യം കള്ളപ്പണം തടയുക എന്നുള്ളതായിരുന്നു. ഈ നോട്ടുകൾക്ക് പകരമായി 2000-ന്റെയും 500-ന്റെയും പുതിയ നോട്ടുകളും അവതരിപ്പിച്ചിരുന്നു. മൂല്യം കൂടിയ 2000-ന്റെ നോട്ടുകളെ ചൊല്ലി വിവിധ ഇടങ്ങളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അന്ന് ഉയർന്നു വന്നിരുന്നു. ചില്ലറയുടെ പ്രശ്നങ്ങളും മറ്റും ചൂണ്ടിക്കാണിച്ച് നിരവധി പേർ അന്ന് രംഗത്തെത്തിയിരുന്നു. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ പ്രഖ്യാപനത്തിൽ കൂടി 86% നോട്ടുകളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അന്ന് അസാധുവാക്കിയത്. 50 ദിവസം തരൂ, എന്നിട്ടും കാര്യങ്ങൾ ശരിയായിട്ടില്ലെങ്കിൽ എന്നെ നിങ്ങൾ ശിക്ഷിക്കൂ എന്നുള്ളതായിരുന്നു അന്ന് നോട്ട് നിരോധനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മളോട് സംസാരിച്ചിരുന്നത്. 7 വർഷം പിന്നിട്ടു, വീണ്ടും നമ്മുടെ രാജ്യം ഒരു നോട്ട് നിരോധനത്തിലേക്ക്. സമ്പദ് വ്യവസ്ഥയിലെ കള്ളപ്പണം ഒഴിവാക്കുക എന്നത് മാത്രമായിരുന്നില്ല നമ്മുടെ ഉദ്ദേശമെന്ന് കേന്ദ്രം പിന്നീട് തിരുത്തുകയുണ്ടായി. കൈക്കൂലി തടയുക, അതുപോലെ തന്നെ കള്ളനോട്ടുകൾ ഒഴിവാക്കുക, ഭീകരവാദ പ്രവർത്തനത്തിനുള്ള പണത്തിൻ്റെ കടന്നുവരവ് നിയന്ത്രിക്കുക, ഡിജിറ്റൽ ഇടപാടുകൾ കൂട്ടുക, നികുതി ലഭ്യത വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളായിരുന്നു ഈ നോട്ട് നിരോധനത്തിന് പിന്നിൽ അന്ന് നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. 2011 സെൻസസ് പ്രകാരം 48 കോടി തൊഴിലാളികളാണ് ഇന്ത്യയിൽ തൊഴിലെടുക്കുന്നവർ. ഇതിൽ 40 കോടിയും അസംഘടിത തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. ഔദ്യോഗിക മേഖലയിലും അനൗദ്യോഗിക മേഖലയിലുമുള്ള തൊഴിൽ രംഗത്തെ ഈ അന്തരം അവസാനിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ നോട്ട് നിരോധനത്തിന് പിന്നിൽ ഉണ്ടായിരുന്നു. അതായിരുന്നു അന്ന് സത്യവാങ്മൂലത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. ഇതുകൂടാതെ പണമിടപാടുകളെ ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ള മറ്റൊരു ഉദ്ദേശം കൂടി ഇതിനു പിറകിലുണ്ടായിരുന്നു. നോട്ട് നിരോധനം ജനങ്ങളെ ഒട്ടാകെ വലിയ ദുരിതക്കയത്തിലേക്കാണ് കൊണ്ടുചെന്നാക്കിയത്. ഇന്നത്തെ ഈ പുതിയ നോട്ട് നിരോധനത്തെക്കുറിച്ച് നമുക്ക് കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ഡൽഹിയിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർ നമ്മളോടൊപ്പം ചേരുന്നു. SKN, ഇപ്പോ നമ്മൾ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ജനത മുഴുവൻ ഒരു വലിയ ദുരിതത്തിലേക്ക് കടന്നു ചെല്ലുമെന്നുള്ള ഒരു സംശയാസ്പദമായിട്ടുള്ള ഒരു ന്യൂസ് ആണ് അറിയാൻ സാധിച്ചുള്ളത്. അത് തികച്ചും സംശയാസ്പദമാണോ അതോ റിയൽ ആയിട്ടുള്ള ഒരു ന്യൂസ് ആണോ? SKN, വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഇന്ത്യൻ കറൻസി വിപണിയിൽ നിന്ന്, അതല്ലെങ്കിൽ രാജ്യത്തിൽ നിന്ന് തന്നെ കറൻസി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ള ഒരു തത്വത്തിലേക്കാണ് ഇന്ത്യ മഹാരാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് കറൻസി പൂർണ്ണമായിട്ടും നിർത്തലാക്കുക എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ. അപ്പൊ ഏത് രീതിയിലേക്കായിരിക്കും നമ്മുടെ കൈമാറ്റം നടക്കുക? എങ്ങനെയായിരിക്കും കൈമാറ്റം നടക്കുക? നിലവിൽ അതിന്റെ ഒരു റിപ്പോർട്ട് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം, പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാം. ഫെബ്രുവരി 1 മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്നാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കള്ളപ്പണം പൂർണ്ണമായിട്ടും തടയുക, സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോട് കൂടിയാണ് പുതിയ പ്രഖ്യാപനം എന്നാണ് RBI ഗവർണർ ഡോക്ടർ അരവിന്ദ് കുമാർ പറഞ്ഞിട്ടുള്ളത്. തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ പൂർണ്ണമായിട്ടും നോട്ട് പിൻവലിച്ച രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ ഇടം നേടും. നേരത്തെ ചൈന, സ്വീഡൻ എന്നീ രാജ്യങ്ങളും സമ്പൂർണമായി ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറിയിരുന്നു. അതോടൊപ്പം തന്നെ പുതിയ നയപ്രഖ്യാപനത്തിലൂടെ രാജ്യം ആഗോളതലത്തിൽ പ്രധാന സാമ്പത്തിക ശക്തിയായി മാറുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തലുകൾ. 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ച ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ പൂർണ്ണതയാണ് ഇതിലൂടെ കൈവരിക്കുന്നത്. ഡിജിറ്റൽ പണമിടപാടുകൾ ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുന്നുണ്ടെങ്കിലും സമ്പൂർണമായിട്ട് നോട്ട് നിരോധനം ഏർപ്പെടുത്തിയിരുന്നില്ല. SKക്ക് അറിയാം, നമ്മളെ ഒരുപാട് ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു.
ഇതിന്റെ ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ. അപ്പോ ഇത്തരത്തിലൊരു നോട്ട് നിരോധനം നമ്മുടെ നാട്ടിൽ വരുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഒരുപാട് ബുദ്ധിമുട്ടും. കാരണം ഒരു ഡിജിറ്റൽ ലെവലിലേക്ക് നമ്മുടെ രാജ്യം മൊത്തം ജനങ്ങൾ മാറിയിട്ടുണ്ടോ? ശരിക്കും SKനോട് അഭിപ്രായം എന്താണ്? എന്റെ ഒരു കാഴ്ചപ്പാടിൽ ശരിക്കും ഇത് പാവപ്പെട്ട ഒരു ജനങ്ങളെ എന്ന് വെച്ചാൽ ഈ നെറ്റ് സംവിധാനങ്ങളൊക്കെ ഇല്ലാത്തവരെ ഒരു പക്ഷേ ഇത് ബാധിക്കുമെങ്കിലും എന്റെ ഒരു കാഴ്ചപ്പാടിൽ കുത്തക മുതലാളിമാർക്കായിരിക്കും ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുക എന്നുള്ളതാണ് തോന്നുന്നത്. കാരണം നമുക്കറിയാം നോട്ടുകളൊക്കെ കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതേ അവസ്ഥയിൽ അവര് കട്ടിലിനടിയിലും ഭൂമിക്കടിയിലും ഒക്കെ കുഴിച്ചിട്ട് ഒരുപാട് നോട്ടുകൾ ശേഖരിച്ച ആളുകളൊക്കെ ഒരുപക്ഷെ ഉണ്ടായിരിക്കാം. അത്തരം ആളുകളെയൊക്കെയാണ് പക്ഷെ ഇത് അത്തരം ആളുകളെ അത്തരത്തിലുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ ഒരു കടയിൽ കയറി ഒരു ചായ കുടിച്ചിറങ്ങുന്ന സമയത്ത് ഒരു ആൻഡ്രോയിഡ് ഫോണോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഐഫോൺ സംവിധാനങ്ങളോ ഉപയോഗിക്കാനില്ലാത്ത ആളുകൾ എത്രയോ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത് ഇവരുടെ ഈ ഒരു നടപടി കൊണ്ട്. തീർച്ചയായിട്ടും ഒരു എന്താ പറയാ ഒരു സാധാരണ ഗതിയിലുള്ള അതല്ലെങ്കിൽ അല്പം പ്രായമായ ആളുകളെയൊക്കെ ഇത് വേണ്ട തരത്തിൽ തന്നെ ബാധിക്കും. പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിന്റെ പുരോഗമനം മറ്റൊരു ആംഗിളിൽ ഇവിടെ നമ്മൾ ഒരു ചർച്ചയ്ക്ക് ഇടുകയാണെങ്കിൽ ആഭ്യന്തര ഇടപാടുകൾ, രാജ്യത്തിന് പുറത്തേക്കുള്ള പണമിടപാടുകൾ എന്നിവയെല്ലാം സർക്കാരിന് നിയന്ത്രണം ലഭിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഒരു നേട്ടം പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയ്ക്കും ഭാവി വളർച്ചയ്ക്കും പിന്നെ ഡിജിറ്റൽ കറൻസി ഗുണകരമാവുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 1 മുതൽ സമ്പൂർണ്ണമായിട്ട് നോട്ട് നിരോധനം നിലവിൽ വരും എന്നും പണം കൈവശമുള്ളവർക്ക് ഒരു നിശ്ചിത കാലയളവ് വരെ ബാങ്ക് വഴി ഡിജിറ്റൽ കറൻസിയായി മാറ്റിയെടുക്കാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ് കേന്ദ്ര സർക്കാർ ഈ വ്യക്തമാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ കറൻസിയിലേക്ക് പെട്ടെന്ന് ഇന്ത്യ മാറുന്നു എന്ന് പറയുമ്പോൾ അതിൽ മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ ശക്തമായ ഇടപെടലുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ടോ SK? അങ്ങനത്തെ അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് പോവുകയാണെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ നമ്മൾ ശേഖരിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കിട്ടിയ വാർത്ത അടിസ്ഥാനമാക്കിയിട്ട് ഫെബ്രുവരി 15 വരെയാണ് പേപ്പർ കറൻസി മാറ്റിയെടുക്കാൻ അവസരം ലഭിക്കുക. എന്ന് വെച്ചാൽ ഇന്ന് ജനുവരി 24, ഈ ഒരു മാസം ഒരു 5-6 ദിവസം കൂടി ഉണ്ടെങ്കിലും പിന്നീട് ഒരു 10-15 ദിവസം, ഏകദേശം ഒരു 20 ദിവസത്തിന്റെ ഉള്ളിൽ ഇന്ത്യയുടെ കറൻസി ഇന്ത്യ മഹാരാജ്യത്തിലെ പാവപ്പെട്ട അല്ലെങ്കിൽ പൊതുജനങ്ങളെല്ലാം ബാങ്കിൽ നിക്ഷേപിച്ച് അത് ഡിജിറ്റലാക്കി മാറ്റണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതൊരു ബാഹ്യശക്തി ഇടപെടലുകൾ ഉണ്ടോ എന്നുള്ളത് SKN എന്തുകൊണ്ടാണ് SK അങ്ങനെ ഒരു ചിന്തയിലേക്ക് അല്ല, പോയത്? അമേരിക്കയിൽ ഒരു ഭരണമാറ്റ ഭരണത്തിലൊരു മാറ്റവും കാര്യങ്ങളൊക്കെ സംഭവിച്ചല്ലോ. തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഇതിനൊരു കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ അത്തരത്തിലുള്ള ഒരു ചിന്തകളിലേക്ക് പോയിട്ടില്ല. എന്തായാലും വിദഗ്ധരുമായിട്ട് നമ്മൾ കൂടിയാലോചിച്ച് അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റൊരു ഓക്കെ. കാര്യം പറയുകയാണെങ്കിൽ SK, ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണ്. അപ്പം പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണിത് എന്ന് കേന്ദ്ര ധനമന്ത്രി രാജീവ് സിംഗ് പറഞ്ഞിട്ടുണ്ട്. ഡിജിറ്റൽ വിദ്യാഭ്യാസം, അടിസ്ഥാന വികസനം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്തി പരിവർത്തനം സുഗമമാക്കുന്നതിന് സർക്കാർ പൂർണ്ണമായിട്ടും പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെയൊക്കെ മറ്റൊരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള ഒരു പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിൽ, നമ്മൾ നേരത്തെ പറഞ്ഞു, ഗ്രാമീണ മേഖലയിൽ, ആദിവാസി മേഖലകളിൽ, അതുപോലെ തന്നെ ഇപ്പോഴും പല ഗ്രാമപ്രദേശങ്ങളിലും പല മലയോര പ്രദേശങ്ങളിലും ഇപ്പോഴും ഇന്റർനെറ്റിന്റെ അസൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ ഊട്ടിയിലേക്ക് പോകുന്ന വഴി അവിടെ നാടുകാണി ചുരം കയറി കുറച്ച് മുകളിലേക്ക് നടന്ന ഒരു സമയത്ത് അവിടെ ഒരു ചെറിയ തട്ടുകടക്കാരൻ, അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം തന്നെ ആ ഒരു തട്ടുകടയാണ്. അപ്പൊ അവിടെ പേയ്മെന്റ് നടത്താൻ വേണ്ടി നോക്കുമ്പോൾ അവിടെ നെറ്റ്വർക്ക് ഇല്ല. അപ്പൊ ഇത്തരം ജനങ്ങളെയൊക്കെ ഇത് സ്വാഭാവികമായിട്ട് ബാധിക്കും. അപ്പൊ അത്തരം നെറ്റ്വർക്ക് ഇല്ലാത്ത ഏരിയകൾ കൂടി ജനങ്ങൾക്ക്, അതല്ലെങ്കിൽ സർക്കാർ അതിന് നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലും നെറ്റ്വർക്കൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു വലിയ കാര്യവും വലിയ നേട്ടവും തന്നെ ആയിരിക്കും. കാരണം ലോകത്ത് ഇന്ത്യൻ ജനത, അതായത് ജനസംഖ്യ കൊണ്ട് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം.
അപ്പം അത്തരത്തിലുള്ള ഒരു രാജ്യത്ത് അവിടുത്തെ പൗരന്മാർക്കെല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്, ജിയോയുടെ വരവോട് കൂടിയിട്ട് ഒത്തിരി ആളുകൾ ഇന്റർനെറ്റ് കൈക്കലാക്കിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന ഒരു രാജ്യം ഇന്ത്യയായി മാറിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടതാണ്. പിന്നെ അതെ അതെ പിന്നീട് അതെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇനി ഭാവിയിൽ ഡിജി ലോക്കറുകൾ, സോറി, എന്താ പറയാ, എന്താണ്, നമ്മളുടെ ഡിജിറ്റൽ കറൻസികളിലേക്ക് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതെ ആ അപ്പം ബ്ലോക്ക് ചെയിൻ സംവിധാനങ്ങളിലൊക്കെ ഇപ്പം ഈ വിദഗ്ധർ പറയുന്നത്, ഭാവിയിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടേതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായിട്ട് സമന്വയിപ്പിക്കുന്നതിനുള്ള ഒരു ആദ്യ പടിയാണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി എന്നും സാമ്പത്തിക നോബൽ പുരസ്കാര ജേതാവ് ഡോക്ടർ റിന പട്ടേൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെ ഇത്തരം വിദഗ്ധരൊക്കെ ഇത് നല്ലൊരു കാര്യം അഭിപ്രായപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും സ്വാഗതം ചെയ്യാവുന്നതാണ്. പക്ഷേ എസ് കെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യമില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ സൗകര്യങ്ങളൊക്കെ അല്ല, ഇന്ത്യ ഉൾപ്പെടുത്താൻ പൂർണ്ണമായിട്ടും ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഇന്ത്യ പൂർണ്ണമായിട്ടും ഒരു വികസിത രാജ്യമല്ല. അത് ഒരിക്കലും അല്ല. വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. പക്ഷെ അതെ അതെ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിൽ പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങൾ എടുത്താൽ അത് എല്ലാവരെയും ഒരുപോലെ ഒരു ദുരിതത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ് എന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മളിപ്പോ കേരളത്തിലെ കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും ചില മലയോര പ്രദേശങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവിടത്തൊക്കെ ഡെവലപ്ഡ് ആണ് എന്ന് നമുക്ക് അഹങ്കരിക്കാം. അതല്ലെങ്കിൽ അതെ 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 സാക്ഷരത പക്ഷെ എടുത്തു ഉത്തരേന്ത്യൻ നോക്കിക്കഴിഞ്ഞാൽ മേഖലകളിലേക്ക് ആ കടന്നു ചെല്ലുമ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഇത് ഏത് രീതിയിൽ ഇതിനെ സ്വീകരിക്കുമെന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണുക. ഒത്തിരി ജനങ്ങളുടെ തീർച്ചയായിട്ടും എസ് കെ ഡൽഹിയിൽ നിന്ന് ഇത്രയും നല്ല ഒരു വലിയ വിവരം നൽകിയതിന് വളരെയധികം നന്ദി. താങ്ക് യു എസ് കെ. വീണ്ടും മറ്റു വാർത്തകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും ഓക്കെ. താങ്ക് യു. രാജ്യത്ത് ഡിജിറ്റൽ ഇടപാടുകൾ വലിയ രീതിയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. നമുക്ക് കാത്തിരിക്കാം ഈ പുതിയ നോട്ട് നിരോധനം എത്രത്തോളം ഈ രാജ്യത്തിന് ഗുണം ചെയ്യുമെന്ന്.